Hello all, welcome to Problem Solving Using C, Module 1, Part 5, Operators in C, Part 2 lecture. The first lecture we have seen arithmetic operators, relational operators, assignment operators and logical operators. From here we can see increment and decrement operators in C. C has two operators, increment, which is a plus operator, and a decrement, minus. And the purpose of this operator is to change the value of operand by 1. Either increment the value of operand by 1 or decrement the value of operand by 1. Increment operator increases the value by 1, whereas the decrement operator decreases the value by 1. And these two are unary operators. That means that they take only a single operand. ഒന്നും കൂടി explain ചെയ്യാം. Cയിൽ increment and decrement operators എന്ന് പറഞ്ഞ രണ്ട് operators ഉണ്ട്. Increment operator എന്ന് പറയുന്നത് plus and decrement operator അതിന്റെ sign ആണ് minus. ഇതിന്റെ purpose operandന്റെ value 1 വച്ച് ചേഞ്ച് ചെയ്യാൻ, by 1 ചേഞ്ച് ചെയ്യാൻ. അതായത് plus ഓപ്പറേറ്റർ ചെയ്യുക, ഓപ്പറന്റിന്റെ വാല്യൂ +1 ആക്കും. ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ഓപ്പറന്റിന്റെ വാല്യൂ ഒന്ന് ഡിക്രീസ് ചെയ്യും, by 1 ഡിക്രീസ് ചെയ്യും. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഇൻക്രീസ് ചെയ്യും by 1 ആയിട്ട്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ഡിക്രീസ് ചെയ്യും. രണ്ടിനെയും യൂണറി ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്, കാരണം അതിൽ ഒറ്റ ഓപ്പറന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. plus a minus b എന്ന് പറഞ്ഞ് ഒറ്റ ഓപ്പറന്റ്, അവിടെ plus a എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞൊരു ഓപ്പറന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. minus b എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ഓപ്പറന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേറ്റർ നമ്മൾ എന്താണ് പറയുക? യൂണറി ഓപ്പറേറ്റർ എന്നാണ് പറയുക. So increment and decrement operator we can see with detailed example now. The operators plus and minus are called increment and decrement operators respectively. In plus minus എങ്ങനെ യൂസ് ചെയ്യും? If a is the operand, plus operator ഇങ്ങനെയോ യൂസ് ചെയ്യാം. a and plus a. ഇതിനെ പോസ്റ്റ് ഇൻക്രിമെന്റ് എന്നാണ് പറയുക. ഓപ്പറന്റ് കഴിഞ്ഞ് ഓപ്പറേറ്റർ വരുന്നതിന് പോസ്റ്റ് ഇൻക്രിമെന്റ് എന്നാണ് പറയുക. ഇതിനെയോ പ്രീ ഇൻക്രിമെന്റ് എന്നാണ് പറയുക. അപ്പൊ രണ്ടും ചെയ്യുന്നത് ഒരേ ജോബാണ്. a is equal to a plus 1 എന്ന ജോബാണ് ചെയ്യുന്നത്. ഇതിനെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഇവിടെ എഴുതിയെന്നുള്ളൂ. a plus equal to 1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? a is equal to a plus 1. സിമിലർലി ഡിക്രിമെന്റ് ഓപ്പറേറ്ററിനെയും പോസ്റ്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആയിട്ടും പ്രീ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ ആയിട്ടും റൈറ്റ് ചെയ്യാം. ഇവിടെ കണ്ടോ, സിംഗിൾ ഓപ്പറന്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് പ്ലസിനെയും മൈനസിനെയും പറയുന്നത്. ഈ a minus അല്ലെങ്കിൽ minus a is equivalent to a is equal to a minus 1. In shorthand we can write as a minus equal to 1. Now we'll see with an example. Consider b is equal to 10. Plus b എന്താ ചെയ്യാ? Will increment the value of b by 1. So the value of b will become now 11. Then ഇനി ഇതിന്റെ ഒരു ചേഞ്ചസ് ആണ് പറയാൻ പോകുന്നത്. If b is equal to 10, then x is equal to plus b. ഇത് സെയിം ഓപ്പറേഷൻ നമ്മളൊരു എക്സ്പ്രഷന്റെ കൂടെ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ഹെൽപ്പോടെ എഴുതുകയാണ്. x is equal to plus b. ഇവിടെ what is the value of x, b കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. So b is equal to 10 ആണ് നമുക്കറിയാം. x is equal to എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? plus b. ഇവിടെ പ്രീ ഇൻക്രിമെന്റ് ആണോ പോസ്റ്റ് ഇൻക്രിമെന്റ് ആണോ എന്നൊരു എക്സ്പ്രഷൻ വരുമ്പോൾ വളരെയധികം റെലവൻസ് ഉണ്ട്. ഇവിടെ ഏതാണ്? പ്രീ ഇൻക്രിമെന്റ് ആണ്. ഇൻ കേസ് ഓഫ് പ്രീ ഇൻക്രിമെന്റ് ആദ്യം ഇൻക്രിമെന്റ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യും, അതിനുശേഷം അസൈൻമെന്റ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. സോ x is equal to plus b എന്ന് പറഞ്ഞാൽ ആദ്യം b യുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 11 ആക്കും.
പിന്നെ ആ 11 എന്ന വാല്യൂ എക്സിലോട്ട് അസൈൻ ചെയ്യും. സോ ഈ കേസിൽ എക്സിന്റെ വാല്യൂ 11 ആകും. അതേപോലെ ബിയുടെ വാല്യൂ എന്താകും? ഇറ്റ് വിൽ ഓൾസോ ബി 11. അതിന്റെ റീസൺ പ്രീ ഇൻക്രിമെന്റ് ആണ്. പ്രീ ഇൻക്രിമെന്റ് ആകുമ്പോൾ ആഫ്റ്റർ ഇൻക്രിമെന്റ് മാത്രമാണ് അസൈൻമെന്റ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുള്ളൂ. ഇതേ സെയിം തിങ് പോസ്റ്റ് ഇൻക്രിമെന്റ് ആവുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് പോസ്റ്റ് ഇൻക്രിമെന്റ് ബിയുടെ ഇനീഷ്യൽ വാല്യൂ ആദ്യം എക്സിലോട്ട് അസൈൻ ചെയ്യും. അതിനുശേഷമാണ് ബിയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുള്ളൂ. സോ എക്സിലേക്ക് അസൈൻ ചെയ്യുന്നത് ബിയുടെ പ്രീവിയസ് വാല്യൂ ആണ്, അതായത് എന്താണ് 10 ആണ്. അതിനുശേഷം ബി ഇൻക്രിമെന്റ് ചെയ്യും. ബിയുടെ വാല്യൂ ആസ് യൂഷ്വൽ എന്തായി മാറും? ബി പ്ലസ് 1, അതായത് 11 ആയിട്ട് മാറും. സോ ഇൻ ദ സെക്കൻഡ് എക്സാമ്പിൾ എക്സിന്റെ വാല്യൂ 10 തന്നെയാണ്, കാരണം പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. സോ പ്രീവിയസ് വാല്യൂ ഓഫ് ബി ആണ് എക്സിലോട്ട് അസൈൻ ആകുന്നത്. ബട്ട് ബിയുടെ വാല്യൂ എന്തായിട്ട് തന്നെ മാറും? ഇൻക്രിമെന്റ് ചെയ്ത് 11 ആയിട്ട് മാറും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് പ്രീ ഡിക്രിമെന്റിലും പോസ്റ്റ് ഡിക്രിമെന്റിലും ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ വരുന്നത്. ഇൻ കേസ് ഓഫ് pre-increment, first we will increment the value, then we will do assignment. But in case of post increment or post decrement, first we will assign the value, then we will perform increment or decrement operation. Pre-increment case il increment ചെയ്തിട്ടേ assignment ചെയ്യുള്ളൂ. പോസ്റ്റിന്റെ കേസിലോ അസൈൻമെന്റ് ചെയ്യും, അതിനുശേഷമാണ് ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ ചെയ്യുക. So first output ആണ് x is equal to 11, b is equal to 11. Second case എന്താ കിട്ടുന്നത്? x is equal to 10, b is equal to 11. Here are 4 examples for you to do. Consider the value of a is equal to 1 and we have to perform the expression b is equal to plus a. What is the value of a and b? ഇവിടെ ഏതാണ്? പ്രീ ഇൻക്രിമെന്റ് ആണ്. സോ ആദ്യം ഇൻക്രിമെന്റ് ചെയ്യാം. എയുടെ വാല്യൂ 12 ആകും. ആ 12 എന്ന വാല്യൂ ആണ് എവിടേക്ക് അസൈൻ ആകുന്നത്? ബിയിലേക്ക് അസൈൻ ആകുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് കേസ് ദ വാല്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു 12 ആൻഡ് വാല്യൂ ഓഫ് ബി ഇസ് ഈക്വൽ ടു 12. സി എ ഇസ് ഈക്വൽ ടു 20, ബി ഇസ് ഈക്വൽ ടു മൈനസ് എ. പ്രീ ഡിക്രിമെന്റ് ആണ്. പ്രീ ഡിക്രിമെന്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ എയുടെ വാല്യൂ 19 ആവും. 19 എന്ന വാല്യൂ ആണ് ബിയിലേക്ക് അസൈൻ ആകുന്നത്. സോ എ ഇസ് ഈക്വൽ ടു 19 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 19. ഈ കേസിലോ പോസ്റ്റ് ഡിക്രിമെന്റ് ആണ്. സോ ഇനീഷ്യൽ വാല്യൂ ഓഫ് എ ഇസ് അസൈൻഡ് ടു ബി. ബിയുടെ വാല്യൂ 20, ബട്ട് എയുടെ വാല്യൂ ആഫ്റ്റർ ഡിക്രിമെന്റ് എന്തായി മാറുന്നുണ്ട്? 19 ആയിട്ട് മാറുന്നുണ്ട്. ഇതൊന്ന് വർക്ക് ഔട്ട് ചെയ്യാം. Then what are the rules for increment and decrement operator? Increment and decrement operators are unary operators. Why are they called unary operators? They require single variable. When postfix, plus or minus is used with a variable in an expression, the expression is evaluated first using the original value of the variable. Then the variable is incremented or decremented by 1. When prefix is used in an expression, the variable is incremented or decremented first, then the expression is evaluated using the new value of the variable. ഇത് പോസ്റ്റ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റിന്റെ റൂളും ഇത് നേരത്തെ പറഞ്ഞ പ്രീ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് റൂൾ ഒന്നും കൂടിയും നോട്ടായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. Next operator in C is conditional operator or ternary operator. Conditional operator or ternary operator ന്റെ യൂസേജിന്റെ സിന്റാക്സ് ആണ് ഈ പറയുന്നത്. We will see after next point. The conditional operator or ternary operator in C is this question mark column. ഈ ഒരു ഓപ്പറേറ്ററെയാണ് conditional operator or ternary operator എന്ന് പറയുന്നത്. And the specialty of this operator is that it takes 3 operands. There is an expression 1, expression 2. ഇതാണ് first operand ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. second operand and third operand. First, second, third. And ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറയാം. Question mark colonyയാണ് we are calling conditional operator or ternary operator. Here, this expression is evaluated first
ഇത് true ആണെങ്കിൽ ഈ വേരിയബിളിലേക്ക് എക്സ്പ്രഷൻ 1ന്റെ റിസൾട്ട് ആണ് സ്റ്റോർ ആകുക. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫാൾസ് ആണ് കിട്ടിയതെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ 2ലെ വാല്യൂ ആണ് വേരിയബിളിലേക്ക് അസൈൻ ആകുക. സോ അതാണ് ഇവിടെ പറയുന്നത്. The first operand is implicitly converted to bool. This expression is evaluated and we get a Boolean value. If the first operand evaluates to true, then the second operand is evaluated. This expression is evaluated. If the first operand is evaluated to false, then the third expression is evaluated. Example which noka. Consider A is equal to 10 and B is equal to 15. See, X is equal to first expression A greater than B, question mark, colon, ആണ് യൂസ് ചെയ്യുന്നത്. So, first we will check if A is greater than B. ഇവിടെ A greater than B ആണോ എക്സാമ്പിളിൽ? ഇത് false ആണ്. False ആയതുകൊണ്ട് തന്നെ Xയിലേക്ക് ഏത് വാല്യൂ ആണ് സ്റ്റോർ ആകുന്നത്? Bയുടെ വാല്യൂ ആണ് സ്റ്റോർ ആകുന്നത്. സപ്പോസ് ഇത് ട്രൂ ആണെങ്കിൽ എക്സിലേക്ക് എയുടെ വാല്യൂ അസൈൻ ആയേനെ. സോ ഇവിടെ എക്സിലേക്ക് അസൈൻ ആകുന്ന വാല്യൂ ഈ എക്സാമ്പിളിന്റെ കേസിൽ എന്താണ്? 15 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. Since this condition is evaluated to false, the third operand value is assigned to X. Next is bitwise operators in C. Bitwise operators work on bits and perform bit by bit operation. Binary formulaikke number convert ചെയ്ത് bit by bit operation perform ചെയ്യാനാണ് bitwise operators use ചെയ്യുന്നത്. They are mainly used to perform bitwise and, or, XOR, NOT അല്ലെങ്കിൽ shifting, left shift right shift. പിന്നെ ഒരു speciality of bitwise operator, they are not applied for float and double data type. ഡേറ്റ ഫ്ലോട്ടോ ഡബിളോ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ ബിറ്റ്വൈസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്നതാണ് സിയിലെ ബിറ്റ്വൈസ് ഓപ്പറേറ്റർ. ബിറ്റ്വൈസ് ആൻഡിന്റെ, ഓറിന്റെ, എക്സ്ആറിന്റെ, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, നോട്ട്. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. അസ്യൂം എ ഹോൾഡിംഗ് 16 ആൻഡ് ബി ഹോൾഡിംഗ് വാല്യൂ 13. ഇത് വെച്ച് അതിന് ബിറ്റ്വൈസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം ഈ 16നെ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും, 13നെയും ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ബിറ്റ് ബൈ ബിറ്റ് എടുത്താണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ആ രണ്ട് നമ്പേഴ്സിനെ ബിറ്റ്വൈസ് ആൻഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിറ്റ്വൈസ് ഓർ ചെയ്താൽ, അതായത് ആൻഡിന്റെയും ഓറിന്റെയും എക്സോറിന്റെയും ട്രൂത്ത് ടേബിൾ എടുത്ത് അതിൽ കിട്ടുന്ന റിസൾട്ട് പോലെയാണ് നമ്മൾ ആൻഡും ഓറും എക്സോറും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. Then അതിനെ ഒരു യൂണറി ഓപ്പറേറ്റർ ആണ് നോട്ട്. സോ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ടിൽ സിമ്പൽ യൂസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു പെർട്ടിക്കുലർ എ എന്നുള്ള നമ്പർ അതിന്റെ ബൈനറി ഫോമിനെ ലെഫ്റ്റിലേക്ക് ട്വൈസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ഇതിനെ ട്വൈസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന ഒരു ഓപ്പറേഷൻ ആണ് ഇവിടെ പറയുന്നത്. It will be good if you try to do this alone. You'll have a more understanding about these operators. And now special operators and C. C support 4 categories of special operators. First one is size of operator. Second one comma operator. Pinna pointer operators le rendanam ampersand and star. Member selection operator le dot minus greater than simple. So, ഇതിലെ first two one മാത്രമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. First one is comma operator. Comma operator can be used to link the related expressions together. The example of int x comma y comma z. In order to link something, we can use comma operator. For loopilokke use ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പം പറയാം. Next is size of operator. Size of operator is a compile time operator. And when used with an operand returns number of byte the operand occupies. Size of sum എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറന്റ് എത്ര മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, ആ മെമ്മറി ഇത്ര ബൈറ്റ്സ് ആണെന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാനാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് റൺ ടൈമിലാണ് ഇതിന് ഒരു വാല്യൂ കിട്ടുക. നമ്മളിവിടെ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറൻസിന്റെ സൈസ് റിട്ടേൺ ചെയ്യാൻ, സൈസ് എങ്ങനെയാണ് ബൈറ്റ് ഫോമിൽ റിട്ടേൺ ചെയ്യാനാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഓപ്പറൻഡ് ക്യാൻ ബി എ വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓർ ഈവൻ എ ഡേറ്റ ടൈപ്പ് ലൈക്ക് ദിസ്. ലോങ് ഇന്റ് പോലത്തെ ഡേറ്റ ടൈപ്പും നമുക്ക് യൂസ് ചെയ്യാം. Now on this slide I'm showing few operations. Almost all operations are covered here. Just pause this video and try to understand each and every operation. Next is rules for evaluation of expression. Already നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു എക്സ്പ്രഷനിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് വന്നാൽ how we are going to evaluate it. അതിന്റെ റൂൾസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. Almost same rules ആണ് മാത്സിലെ. First, parenthesis sub expression from left to right are evaluated. ബ്രാക്കറ്റ്സിനകത്തെയാണ് ആദ്യം evaluate ചെയ്യുക. And if parentheses are nested, if brackets are nested, the evaluation begins with the innermost sub expression. ഇത് മാത്സിൽ പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ innermost parenthesis expression ആണ് ആദ്യം evaluate ചെയ്യുക. The precedence rule is applied in determining the order of application of operators in evaluating expression. ഓരോ ഓപ്പറേറ്ററിനും ഇന്നതാണ് precedence എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. ആ റൂള് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യണം. The associativity rule is applied when two or more operators of same precedence level appear in a sub-expression. Different operators ആണെങ്കിൽ നമ്മൾ precedence rule ആണ് follow ചെയ്യുക. ഇപ്പോ suppose ഒരു expressionൽ same operators multiple time വന്നാൽ അവിടെ follow ചെയ്യേണ്ട റൂളിനെയാണ് associativity rule എന്ന് പറയുന്നത്. Arithmetic expressions are evaluated from left to right using the rule of precedence. ഒരു precedence rule ഉണ്ട്, നെക്സ്റ്റ് കാണിക്കും. ആ റൂളിന്റെ ബേസ് ചെയ്ത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് arithmetic expressions evaluate ചെയ്യുന്നത്. And as I told earlier, when parentheses are used, expressions within the parentheses are assumed to have the highest priority. ഇത് rules ആണ്. ഇത് just one by one ആയിട്ട്. Precedence of operators, now we can see with the help of an example. ആദ്യം ഏറ്റവും മേലത്തെ മാത്രം നോക്കുക. Consider this expression. 9 minus 12 by 3 plus 3 star 2 minus 1. This is the expression. Parenthesis ഒന്നുമില്ല, വെറുതെ ഇങ്ങനെയുള്ളൂ. ഇതൊരു arithmetic expression ആണ്. So the rule is that precedence rule arithmetic expression a high priority should be given for division and multiplication. അത് രണ്ടിനും സെയിം പ്രയോറിറ്റി ആണ്. ഇത് രണ്ടും വരികയാണെങ്കിൽ ലെഫ്റ്റിലെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് റൂള്. Then subtraction or addition സെയിം precedence ആണ്. ഇതിലും ഒന്നിൽ കൂടുതൽ subtraction addition ഒക്കെ സെയിം എക്സ്പ്രഷനിൽ വന്നാൽ again we will follow from left to right evaluation. So ഈ എക്സ്പ്രഷന്റെ കേസിൽ this part is evaluated first. കാരണം ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ആദ്യം ഈ ഡിവിഷൻ ആണ് വരുന്നത്. So 12 by 3, the result is 4. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Then ഈ addition ചെയ്യാൻ പറ്റില്ല, since there is a multiplication here. We'll perform this multiplication now. 3 star 2 which is 6. പിന്നെ നോക്കുമ്പോൾ എല്ലാം പ്ലസ് ഓർ മൈനസ് ആണ് റൈറ്റിലേക്ക് എത്തിയപ്പോൾ. Again we will start from left. ഇനി 9 minus 4 will be performed. We'll get the result 5. പിന്നെ ചെയ്യാം, ഇവിടെ പ്ലസ് എന്നുള്ള ഓപ്പറേറ്റർ ആണ് ഇനി ഓപ്പറേറ്റ് ചെയ്യാനുള്ളത്. So 5 plus ഈ റിസൾട്ട് 6 which will give 11. Now 11 minus 1 10. The result of this expression is 10. But ഇതിൽ തന്നെ parenthesis വന്നാൽ ഈ റൂളിൽ മുഴുവൻ മാറ്റം വരും. Suppose consider this expression 9 minus 12 by 3 plus 3 is in bracket and 2 minus 1 is in bracket. ഇങ്ങനെ ബ്രാക്കറ്റ്സ് വരികയാണെങ്കിൽ ആ parenthesis ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം, നിർബന്ധമാണ്. So here 3 plus 3 is evaluated first which will give 6. ഇതിന് ശേഷം 2 minus 1 next parenthesis ഉണ്ടെങ്കിൽ അത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം which will give 1. പിന്നെ ഇപ്പോൾ എക്സ്പ്രഷൻ ഇങ്ങനെയായിട്ട് മാറി.
9 minus 12 by 6 star 1. ഇനി ഇതിൽ ഏതാണ് ആദ്യം evaluate ചെയ്യാം? Division is evaluated first. 12 by 6, which is 2. ഇതിനുശേഷം there is a multiplication. 2 star 1 is evaluated, which is 2. Now we'll perform 9 minus 2, which is 7. Then this is an example showing if there is some innermost parenthesis. Innermost parenthesis ഉണ്ടെങ്കിൽ അതാണ് ആദ്യം evaluate ചെയ്യേണ്ടത്. Consider this expression. രണ്ട് parenthesis ഉണ്ട് ഇവിടെ. Outer parenthesis, inner parenthesis. So here inner parenthesis should be evaluated first. കണ്ടോ? 3 plus 3, 6. അതാണ് ആദ്യം evaluate ചെയ്തത്. ഇനി എന്ത് ചെയ്യണം? 12 by 6 slash star. ഈ പാർട്ടാണ് evaluate ചെയ്യേണ്ടത്. ഇതിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും വന്നു. സോ ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിൽ evaluate ചെയ്യും. ലെഫ്റ്റിൽ ആദ്യം ഡിവിഷൻ ആണ്. അപ്പൊ 12 by 6 2 ചെയ്യും. പിന്നെ 2 star 2 4. പിന്നെ എക്സ്പ്രഷൻ എന്തായി പറയും? 9 minus 4 minus 1. ഇതിൽ ആദ്യം ലെഫ്റ്റ് ടു റൈറ്റ് 9 minus 4 evaluate ചെയ്യും, which is 5. പിന്നെ 5 minus 1 evaluate ചെയ്യും, which is 4. So ഇങ്ങനെയാണ് ഒരു arithmetic expressionന്റെ കേസിൽ precedence of operators വരുന്നത്. ഇനിയും റൂൾ ഉണ്ട്. That rule will be seen in the next slide. എല്ലാ operators എടുത്താൽ this is how the operators are evaluated. First, highest precedence ഏറ്റവും relevant അല്ലെങ്കിൽ ഏറ്റവും highest priority ഏതാണെന്നാണ് മേലെ പോകുന്നത്. താഴെ എത്തുമ്പോഴേക്കും ആ precedence കുറഞ്ഞു വരികയാണ്. Priority കുറഞ്ഞു വരികയാണ്. Then ഒരു എക്സ്പ്രഷനിൽ ഈ കാറ്റഗറിയിലെ മൾട്ടിപ്പിൾ വൺസ് വരികയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില കേസിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യുക. ആ റൂളിനെയാണ് അസോസിയേറ്റിവിറ്റി റൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണിക്കുന്ന ഈ ഒരു ഇമ്പോർട്ടൻസിനാണ് പ്രിസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. സോ ഇതില് ഫംഗ്ഷൻ കോൾ ഏരിയ എലമെന്റ് റെഫറൻസ് ഒന്നിപ്പോ നോക്കണ്ട. പല യൂണറി ഓപ്പറേറ്റേഴ്സിനാണ് ഹയസ്റ്റ് പ്രിസിഡൻസ് ഉള്ളത്. ബട്ട് അതിന്റെ അസോസിയേറ്റിവിറ്റി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞതിലും ഡിഫറെന്റ് ആണ്. Then arithmetic operatorsile star slash modulus ആണ് next precedence. And if more than one arithmetic operators are there, we will evaluate from left to right. പിന്നെ addition, subtraction അതും left to right. ഇങ്ങനെ ഓരോ കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സിന്റെ precedence ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ associativity രണ്ടും തമ്മിലുള്ള വ്യത്യാസം, precedence means expression what is to be evaluated first. The one with highest precedence is evaluated first. Associativity rule എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇതേ കാറ്റഗറിയിലെ ഈ precedence ഉള്ള മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് ഒരേ എക്സ്പ്രഷനിൽ വരികയാണെങ്കിൽ how it is to be evaluated, ലെഫ്റ്റ് ടു റൈറ്റ് ആകണോ റൈറ്റ് ടു ലെഫ്റ്റ് ആകണോ എന്ന് തീരുമാനിക്കുന്ന റൂളിനെയാണ് associativity rule എന്ന് പറയുന്നത്. So this is an example showing or a table describing the precedence and associativity of all operators in C. Just ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. Now this is a class assignment for you to do. State the order of evaluation and result of the following statement. So this is a homework for you. Do it and post the result. Thank you for now.